Hello friends, welcome to Suganya's Taste Made. ഇന്ന് നമുക്ക് വെറും 3 ചേരുവകൾ ഉപയോഗിച്ച് എങ്ങനെ നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഗുഡ് ഡേയുടെ ചോക്കോ ചിപ്പ് കുക്കീസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് 120 ഗ്രാം ആണ്. അങ്ങനത്തെ 2 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി നമുക്ക് അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം. കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കുക്കർ പ്രീ ഹീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം അതിൽ വെച്ച് കൊടുക്കുക. കേക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് വെയിറ്റ് വെക്കണ്ട. ഇനി ഡയറക്റ്റ് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാത്രത്തിന് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ബേക്കിംഗ് പേപ്പറാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എക്സസ് വരുന്ന പൊടി നമ്മൾ തട്ടിക്കളയണം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബിസ്ക്കറ്റ് ഇവിടെ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നൈസായിട്ട് പൊടിക്കണം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോൾ കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും. അടുത്തായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ ചേർത്താലും മതി. ബേക്കിംഗ് സോഡ ചേർക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ ഇപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് 1 കപ്പ് പാലൊന്നും മുഴുവനായിട്ടൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, റിബൺ കൺസിസ്റ്റൻസി. അപ്പോൾ എനിക്ക് ഇത്രയും പാൽ മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാകും. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഗ്രീസ് ചെയ്തിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 തവണ ചെയ്താൽ മതി. വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അത്. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് അടച്ച് വെച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 25 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ദേ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ വെന്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ടൂത്ത് പിക്കിൽ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൽ നല്ലപോലെ കുക്കായിട്ടുണ്ട് എന്നാണ്. കേക്ക് ഞാൻ കുക്കറിൽ നിന്ന് എടുത്തിട്ട് വയർ റാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പെർഫെക്റ്റാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സോഫ്റ്റ്നെസ്. ഇനി കേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, കേക്കിൻ്റെ ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻറ്റ് ചോക്ലേറ്റ് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.